ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട വാട്സപ്പിലുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഓപ്ഷനാണ്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്മൾ പല ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കാറുണ്ട്, ഫോട്ടോസ് അയച്ചു കൊടുക്കാറുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ചില ഫോട്ടോകളൊക്കെ അല്ലെങ്കിൽ ഇമേജുകൾ അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം കാണാൻ വേണ്ടി നമുക്ക് വാട്സപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അതായത് വൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം. അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഓപ്പൺ വൺസ് മാത്രം, ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചില സീക്രട്ട് ആയിട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ ഫയലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നേരെ അതുവഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആളുകൾക്ക് അത് നോക്കുന്ന സമയത്ത് ആ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ, പിന്നെ അവർക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ വളരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്, അങ്ങനെ പറ്റുള്ളത്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് പിന്നെയും കാണാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഫോണിൽ നോക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് പലർക്കും അറിയില്ല. അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ആ സെറ്റിംഗ്സ് ഒന്ന് നോക്കി വെക്കുക. അതിനുശേഷം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ വാട്സപ്പ്, ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്രൊഫൈൽ എടുത്തു. ഞാൻ ഈ ഒരു പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഞാൻ അയക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഒരു ഫ്രണ്ടിന് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫയൽ അയക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ താഴെയുള്ള ആ ഒരു അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ആ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകും അല്ലെ. ഗാലറിയിൽ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒന്നുള്ള കാണുന്ന ഒരു ഭാഗം കാണുന്നില്ലേ, അതായത് ആ ഒരു ഫോട്ടോ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഓപ്ഷൻ വരുന്നത് അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് കാണാം, കണ്ടില്ലേ ഇവിടെ ഫോട്ടോ കാണാം. പക്ഷെ നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്ന അവർക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. പക്ഷേ ഞാനിതാ മറ്റൊരു ഐഫോൺ ഞാൻ എടുത്തു. ആ ഒരു ഐഫോണിലേക്കാണ് ഞാൻ അയച്ചത്. ഐഫോണിൽ നമുക്ക് ഇതേപോലെ തന്നെ ആ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇവിടെ കണ്ടില്ലേ, ഫോട്ടോ ഞാനൊന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓപ്പൺ ആവും. ഇത് ഐഫോണിലാണ്. അപ്പൊ അതുകൊണ്ട് ഐഫോണിലേക്ക് അയക്കുന്ന എല്ലാ ആൻഡ്രോയിഡുകാരും ശ്രദ്ധിക്കുക, ഇത് അവർക്ക് പിന്നെയും കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അയക്കരുത്. കണ്ടില്ലേ, ആ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആവുന്നില്ല. പക്ഷെ ഈ ഫോട്ടോ എടുക്കാൻ പിന്നെയും കാണാനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് ബാക്ക് ചെയ്തു. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഇവിടെ കാണിക്കുന്നത്, ഐഫോണിന്റെ സെറ്റിംഗ്സ് ഇവിടെ താഴെയാണ്. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ആൻഡ്രോയിഡിലും ഇതുണ്ടോ എന്ന് നോക്കുക, വളരെ ഡേഞ്ചർ ആണത്. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മാനേജ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന എല്ലാ വിവിധ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നമുക്കൊരു സെർച്ച് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ സെർച്ച് ഓപ്ഷനിൽ താഴെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, ചാറ്റ്സിന്റെ തൊട്ടടുത്ത് സെർച്ച് ഓപ്ഷൻ. ആ സെർച്ച് ഓപ്ഷനിൽ ഇപ്പൊ ഞാൻ ആ ഫ്രണ്ട് അയച്ച ഫോട്ടോ, അവരുടെ പേരൊന്ന് ഞാനിവിടെ ഒന്ന് നോക്കുകയാണ്. ആ ഫ്രണ്ടിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ കാണുന്നില്ല എങ്കിലും മേലുള്ള ആ സെർച്ചിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ പേരൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ അമ്മ എന്നുള്ള പേരിലാണ് ഞാനത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സെർച്ച് ഓപ്ഷൻ എടുക്കുക. ആ സെർച്ചിൽ ജസ്റ്റ് ഞാനൊന്ന് അമ്മ എന്നൊന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വേറൊരു ഫോൺ നിങ്ങളുടെ അയച്ചതായതുകൊണ്ട് അമ്മ എന്നുള്ള പേര് ജസ്റ്റ് അതുപോലെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. അമ്മ, നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല, കാരണം ഒരൊറ്റ പ്രാവശ്യം കാണാൻ വേണ്ടി മാത്രം അയച്ചതാണ്. കണ്ടില്ലേ, ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണാൻ നമുക്ക് ഒരു ഏരോ മാർക്ക് കാണുന്നുണ്ട് അല്ലെ. ഏറ്റവും താഴെ മേലോട്ടേക്ക് താഴേക്കും ആ പെൻഡോ ഏരോ പോലെ ഒരു ഏരോ കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ കാണാം നമുക്ക് സോർട്ട് ബൈ എന്നുള്ളത് ന്യൂവെസ്റ്റ് എന്ന് കൊടുക്കുക. ന്യൂവെസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഏറ്റവും മേലെ കാണുന്ന ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കണ്ടില്ലേ, ക്ലിക്ക് ചെയ്താൽ നമ്മൾ കണ്ടില്ലേ ഒരൊറ്റ പ്രാവശ്യം മാത്രം കാണാനുള്ള ഈ ഒരു ഫോട്ടോ നമുക്ക് പിന്നെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത് വളരെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഐഫോണിലേക്ക് അയക്കുന്ന സമയത്ത്.